അദ്ദേഹം പുറത്തിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി ഷാജൻ സ്കറിയയെ കൊണ്ടുപോകുന്നതിന് മുൻപ്, പോലീസ് ജീപ്പിൽ കയറുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ പറഞ്ഞിട്ടില്ല, എന്താ ഒന്നും തന്നിട്ടില്ല. ഇല്ലില്ല, അതൊന്നുമില്ല. 10 ദിവസത്തിന് നോട്ടീസ് തന്നെ ഹൈക്കോടതി ഉത്തരവുള്ള അതൊന്നും തന്നില്ല. രാത്രി ഞാൻ നാട്ടിൽ നിന്ന് അമ്മയപ്പനും കൂട്ടിക്കൊണ്ട് വന്നതാണ്. 90 എനിക്കറിയത്തില്ല, അത് വക്കീലിനോട് ചോദിക്കണം. ഒന്നും സംഭവിച്ചില്ല. പോരണം, വണ്ടിയെ കയറണമെന്ന് പറഞ്ഞു. മൊബൈൽ വിളിച്ച് ആരും പറയാൻ പോലും സംഭവിച്ചില്ല. എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം വാർത്തകളിലൂടെ അറിഞ്ഞു കാണും, മറുനാടൻ മലയാളി എന്നുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ഷാജൻ സ്കറിയ അറസ്റ്റിലായി. 2024 പല പ്രാവശ്യം ആദ്യം ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് നടന്ന സംഭവങ്ങളും അതിനുശേഷം പിന്നെ പുള്ളി പല കേസിൽ അറസ്റ്റിലായി. പുള്ളി ഒളിവിൽ പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി, അതൊക്കെ നമ്മൾ കേട്ടതാണ്. 2025 തുടങ്ങിയപ്പോൾ പുള്ളി ദിവസവും 8-10 വീഡിയോ ഇടും, എവിടുന്നേലും ഓരോ കേസ്. അങ്ങനെ മാഹിയിലുള്ള ഏതോ ഒരു സ്ത്രീ അപകീർത്തി കേസിന് കേസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയൊക്കെ ആയിട്ട് വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് മുണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പോലീസ് വന്നിച്ച് മാനെ പോകാം. പുള്ളി പറഞ്ഞ ഞാനൊന്ന് ഷർട്ട് ഇട്ടെ. ഇല്ല, അവരതിന് പോലും അവരവരുടേതായ രീതിയിൽ അവർ പറഞ്ഞു ഒരു ഷർട്ടൊക്കെ മേടിച്ചു തരാം. അവർ ഷാജൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ജസ്റ്റ് ആ കയ്യിൽ കൊണ്ട് മാത്രം കൊടുത്ത് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടുന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ മജിസ്ട്രേറ്റിന്റെ അവിടുന്ന് ജാമ്യം കിട്ടി. പുറത്തോട്ട് വരുമ്പോഴത്തേനും പലരും ചോദിച്ചു, മാധ്യമങ്ങളൊക്കെ ചോദിച്ചു എന്താ കേസ്. അപ്പം പുള്ളി തന്നെ അറിയത്തില്ല. പുള്ളി പറയുന്നത് ഏതോ ഒരു സ്ത്രീ അപകീർത്തി കേസ് കൊടുത്തതാണ്. അപ്പം പല കേസുകളുള്ളതുകൊണ്ട് ഏത് കാര്യത്തിനാണ് ആരാണ് കേസ് കൊടുത്തതെന്ന് അറിയത്തില്ല. അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം പുള്ളിയുടെ ഫോണൊക്കെ സൈബർ സെല്ല് ഫർദർ അന്വേഷണത്തിന് വേണ്ടി പിടിച്ചെടുത്ത് വെച്ചേക്കാണ്. നമുക്കറിയാം, ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരിക്കുന്നത് അവർക്കെതിരെ ഒരു ആൾക്കാരും ആരും ശബ്ദമുയർത്താൻ പാടില്ല. ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അന്നാരെ ഓരോ കേസായി, അറസ്റ്റായി. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, വേടൻ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 8 ഗ്രാം കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞു. അത് ചെന്നപ്പോഴത്തെ 8 ഗ്രാം നമുക്കറിയാം സാധാരണമായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം നോക്കുമ്പോഴത്തേനും കഴുത്തയിൽ പുലിനഖം കിടക്കുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ പേരിൽ വന്യജീവി സംരക്ഷണത്തിൻ്റെ പേരിൽ അങ്ങ് അറസ്റ്റ് ചെയ്തേക്കാം. ഇതൊക്കെ ചുമ്മാ ഉടായിപ്പും രാഷ്ട്രീയ കളികളും. എന്നിട്ട് ഇപ്പം രാഷ്ട്രീയ പാർട്ടി തന്നെ, ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ അത് തെറ്റായിപ്പോയി, അത് ഇന്ന് അവരുടെ സമ്മേളനത്തിലൊക്കെ വിളിച്ച് വേടനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു. എന്ത് വിരോധാഭാസം. ഷാജൻ സ്കറിയ വെട്ടി തുറന്ന് പറയുന്നു,